ഹലോ ഫ്രണ്ട്സ്, ബാങ്കോട്ട് സുഹൃത്തിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൾമോസ്റ്റ് നടക്കോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പും ഇല്ലാതിരിക്കണ ഒരു ട്രിപ്പാണ് ഇപ്പൊ മധുരയ്ക്ക് തൊട്ട് മുമ്പ് ഈ ഒരു കുഞ്ഞു സ്കൂൾ ഗ്രൗണ്ടിന്റെ ഇവിടെ വന്ന് നിക്കണത്. ഫ്ലാഷ് ബാക്ക്. ഗായ്സ്, അപ്പൊ നമ്മള് പൂപ്പാറ ക്രോസ് ചെയ്ത് ഓൺ ദ റേ ടു മധുരയാണ്. മധുരയില് എത്രയാണ് തൊട്ടവിടെ നിർത്തിയതാണ്. ഒരു പമ്പില് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി നിർത്തിയേക്ക. ചൂട് സഹിക്കാൻ പറ്റുള്ള കൊടൈക്കനാൽ ധനുഷ്കോടി ട്രിപ്പാണ് നമ്മള് പ്ലാൻ ചെയ്തത്. ഒരു 6 മാസക്കാലം മുമ്പ് പ്ലാൻ ചെയ്തിട്ട് ഇത് ഞങ്ങളുടെ വർക്കിന്റെ ബേസിസിൽ നടക്കോ ഇല്ലോ എന്നുള്ളത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്ന് വെളുപ്പിന് 2 മണിക്ക് വീട്ടിൽ വന്ന് കിടന്ന് 2 മണിക്കൂർ ഇറങ്ങി 4 മണിക്ക് എണീച്ച് ഞാന് ഹരി അശ്വിനോടി ഓൺ ദ വേ ടു സ്ട്രെയിറ്റ് ധനുഷ്കോടിയാണ്. ഹലോ ഫ്രണ്ട്സ്, ഗോകുലാണ്. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കൊച്ചി ടു ധനുഷ്കോടി റൂട്ട് നമ്മൾ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ പോകാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ബൈക്കും എടുത്ത് ഇറങ്ങി തിരിച്ചാണ് നമ്മൾ ഇത്രയും പേര്. നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാതിരുന്നൊരു യാത്രയാണിത്. അതായത് ഈ ട്രിപ്പ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണതിന് 2 മണിക്കൂർ മുമ്പാണ് ഈ ട്രിപ്പ് പോകുമെന്നുള്ള കാര്യം തന്നെ കൺഫേം ആയത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ യാത്ര തുടരാം. കിലോമീറ്ററുകളോളം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം ബൈക്കിനെന്നല്ല, കാറിന് ഞാൻ ഇത്രയും ദൂരം പോയിട്ടില്ല കേട്ടോ. ചൂട് സഹിക്കാൻ പറ്റുന്നതായി വീണ്ടും വണ്ടി നിർത്തി. അശ്വിനോട് മറ്റേ ആ ജ്യൂസ് ഉണ്ടാക്കണ സംഭവല്ലേ, ഇതിന് ജ്യൂസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 കിലോ സാധനം പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. വൈകുന്നേരം ഇരുട്ടാവുന്ന സമയത്താണ് എത്രയെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ധനുഷ്കോടി കാണാനായിട്ട് നിൽക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരം തന്നെ കാണും. തിരിച്ച് മധുരയ്ക്ക് വരാൻ പറ്റുന്നുണ്ടെങ്കിൽ മധുരയ്ക്ക് വരും, ഇല്ലേ രാമേശ്വരം വിടാനാണ് പ്ലാൻ. നമ്മൾ ഓൾമോസ്റ്റ് മധുരമായിട്ടുണ്ട്. ഇവിടെ നിന്നൊരു 3-4 കിലോമീറ്റർ ഉള്ളു. അപ്പോൾ നമ്മൾ ബൺ പൊറോട്ട കൊണ്ട് നിർത്തിയതാണ്. ബൺ പൊറോട്ട ഇതേവരെ തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ കഴിച്ചിട്ടില്ല. നമ്മൾ കഴിച്ചു നോക്കട്ടെ. നമ്മളവിടെ കണ്ടത് ബൺ പൊറോട്ടയല്ല കഴിച്ചത്, സാധാ നോർമൽ പൊറോട്ടയായിരുന്നു. അപ്പൊ അത് കാരണം ഇവന്റെ ആഗ്രഹം നമ്മൾ തീർക്കാം. ഹരി അവന്റെ മട്ടൻ ചുക്കയും അതുപോലെ തന്നെ നാട്ടുകോഴി ബിരിയാണി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുമ്പോഴുള്ള ഇപ്പൊ വരും. നേര് സഹിക്കാൻ വയ്യാത്ത തന്നെ വണ്ടി നിർത്തിയതാണ്. എന്തെങ്കിലും കഴിച്ചിട്ട് ഒറ്റ പോകുക. പൊരിഞ്ഞ പോരാട്ടം കഴിഞ്ഞ കഴിച്ച് ബിരിയാണി കുഴപ്പമില്ല. ചിക്കൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. മട്ടൻ നല്ലായിരുന്നോടാ? അടിപൊളി, നല്ലായിരുന്നോടാ? വലിയ ബില്ലൊന്നും ആയതൊന്നുമില്ല. മട്ടൻ ബിരിയാണിക്ക് എത്ര 300. മട്ടൻ നെല്ലി ബിരിയാണിയാണ്. എല്ലുള്ളൊരു ഇത്ര വലിയൊരു പീസുള്ളൊരു എല്ലുള്ളൊരു ബിരിയാണി 300. പിന്നെ കോഴിയുടെ ഒരു വലിയ എല്ലൊരു പീസ്. പിന്നെ നാട്ടുകോഴിയാണ്. അത് എത്ര? അതിനെത്ര? 150. പിന്നെ ചിക്കൻ ലോലിപോപ്പ്, പൊറോട്ട അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. 600 രൂപ റേഞ്ച് ആവുന്നത്. ഇറങ്ങട്ടെ കേട്ടോ. കൈ മധുരയിൽ നിന്ന് ധനുഷ്കോടി വരെ ഒറ്റ സ്ട്രെച്ചിൽ പോവാമെന്നുള്ള വാക്കുവാദങ്ങളെല്ലാം തെറ്റി. പക്ഷേ നടക്കൂല. ചൂടെന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ, തീ പറഞ്ഞ ചൂടാ. കുറച്ചേറെ വൈസർ വെക്ക് വെച്ചപ്പോഴത്തേക്ക് കണ്ണ് കത്തിപ്പോയെന്ന് ഓർത്ത് വണ്ടി നിർത്തിയേക്കോ. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി റോഡാണ്. നല്ല സ്പീഡിന് പോകാനും പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ പോകാൻ പറ്റില്ല. ദാഹിച്ച് പണ്ടാരായി പോകും. ഇനി നേരെ വിടുക. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 140 കിലോമീറ്റർ 150 കിലോമീറ്റർ ഉള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ എന്തായാലും പോലെ നടക്കില്ല. ഒരു 60-70 കിലോമീറ്റർ നടത്തേണ്ടി വരും. അന്നേരം വീണ്ടും കാണാം. യാത്രയിൽ ഒരുപാട് നേരം റെസ്റ്റ് എടുത്ത് നീങ്ങിയത് കാരണം വീണ്ടും സമയം വൈകി. ഏകദേശം 6:30 നമ്മളവിടെ എത്താനായിട്ട്. അപ്പോഴത്തേക്ക് ഇരുട്ട് വീണ് തുടങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ അടുത്തൊരു റൂം എടുത്തു, പാമ്പൻ പാലത്തിൻ്റെ അടുത്തായിട്ട്. റൂം പാമ്പൻപാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. വീഡിയോ ഞാൻ ആ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പാമ്പൻപാലത്തിൽ പോയി കുറച്ച് നേരം രാത്രി ഇരുന്നു. ഒരുപാട് നേരം വണ്ടി നിർത്തി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 600 രൂപ ഫൈൻ കിട്ടും. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയി കിടന്നുറങ്ങി രാവിലെ തന്നെ രാമേശ്വരം അമ്പലത്തിലേക്ക് തിരിച്ചു. ഒരുപാട് റൂമുകൾ ഇതിൻ്റെ സൈഡിലുണ്ടായിരുന്നു. ഏകദേശം 2000 രൂപ പ്രൈസ് റേഞ്ച് തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു കേട്ടോ അവിടെ മിക്കതും. ഗുഡ് മോർണിംഗ് ഗായ്സ്. അങ്ങനെ
ഇന്നലത്തെ പാമ്പൻ പാലത്തിന്റെ കാഴ്ചകളും കാര്യങ്ങളും ഒന്നും കാണാൻ നമുക്ക് കഴിഞ്ഞില്ല. രാത്രി ആയത് കാരണം. പിന്നെ അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ എന്തോ ഫൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ രാവിലെ എണീച്ച് നമ്മൾ അമ്പലത്തിലേക്കുള്ള യാത്ര തുടർന്ന സമയത്താണ് നമുക്ക് അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ ചെറുതായുള്ളൊരു തിരക്ക് അനുഭവപ്പെട്ടു. ലക്ഷന് ആ പരിസര പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്കായിരുന്നു. ലാസ്റ്റ് അത് കാരണം സൺറൈസും പോയി, അമ്പലത്തിലും കയറാൻ പറ്റിയില്ല. ഇനിയിപ്പോ തിരിച്ചു പോകണോ എനിക്ക് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നേരെ ധനുഷ്കോടി പിടിച്ച് അവിടെ ചെല്ലുക, ഉള്ള സൺറൈസും കാര്യങ്ങളൊക്കെ കാണുക. അത് കഴിഞ്ഞിട്ട് തിരിച്ചു തന്നെ എനിക്ക് അമ്പലത്തിൽ കയറുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മധുര കൂടി കൊടൈക്കനാൽ ചാടാനുള്ളതാണ് കൈസ്. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊന്ന് മാറ്റട്ടെ. അമ്പലത്തിൽ പോകാനുള്ള സെറ്റപ്പിൽ അവന്മാർ മുണ്ടൊക്കെ എടുത്തത് വന്നേണം. ഡ്രസ്സും സാധനങ്ങളും മാറി നേരെ ഓൺ ടു ധനുഷ്കോടി. ഗായ്സ് അപ്പൊ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം മാറി സെറ്റായത്. നമ്മുടെ സൺറൈസ് നമുക്ക് ഇവിടെ നിന്ന് കാണാനാ വിധി. എന്തായാലും സൺറൈസ് കണ്ടു. എല്ലാരും റെഡിയായി സെറ്റായി നേരെ വിടുവാണ് സ്ട്രൈറ്റ് ടു ധനുഷ്കോടി. മലർ കൂട്ടം പഞ്ചാരത്തേൻ തോട്ടം വണ്ടായി ചുറ്റും നോട്ടം റൊമഞ്ചത്തേരോട്ടം പട്ടാപ്പകൽ തൊട്ടേ ഞങ്ങൾ തുടങ്ങിയിടും പഞ്ചായത്തിൽ മൊത്തം പഞ്ചാര കച്ചോടം. ചെടിയെ ചെടിയെ വിരലാലേ തൊടുമേറോ വരിമുള്ളുകളാൽ മുറിവേകളുടെ ഹേ ഇളമാൻ പിടയെ കളിയാടാൻ വരും നേരം കനിവേകിടനേ കൊതി മാറ്റിടനേ. നമ്മള് ഓൺ റോഡ് മറ്റേ പോണ വഴിക്ക് ഹനുമാന്റെ അമ്പലത്തിട്ട് പോണ അവിടെ ഒരു വ്യൂ കണ്ട് നിർത്തിയത് കഴിച്ചിട്ട് പൊന്നൊക്കെയുള്ള സ്ഥലം അല്ലേ. സൺറൈസ് ഇവിടെ നിന്ന് തന്നെ കാണാം. ഗൂഗിൾ മാപ്പിലും അതുപോലെ തന്നെ പല വീഡിയോകളിലും മാത്രം കണ്ടുവരുന്ന ആ റോഡ് നമുക്ക് മുന്നിൽ പയ്യെ വിസിബിളായി തുടങ്ങി. ശരിക്കും ഭയങ്കര വ്യത്യസ്തമായൊരു കാഴ്ചയായിരുന്നു. ഒരുപാട് ഫീലും പ്രൗഡ് മൊമെൻറ്റുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മാപ്പിൽ പലതവണ എടുത്തു നോക്കി തിരിച്ചു വെച്ച ആ ഒരു വഴിയിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ള ഒരു സന്തോഷം ശരിക്കും ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ആ വലിയ സ്വപ്നവും കീഴടക്കി ബൈക്കിൽ കൊച്ചി ടു ധനുഷ്കോടി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു മൊമെൻറ്റ്. ഏകദേശം ഒരു 500 കിലോമീറ്റർ എടുത്ത് നമ്മള് ട്രാവൽ ചെയ്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. ഫീല് പറയാൻ പറ്റില്ല. വന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലം വഴിയായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈക്ക് റൈഡർ ആഗ്രഹിക്കുന്ന ഒരു റോഡ് പോയിന്റ്. താമരശ്ശേരിയോ? കലക്കം വ്യൂ. അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മള് പയ്യെ കാലനക്കാൻ കടലിലേക്ക് ഇറങ്ങാം. മഹാസമുദ്രല്ലേ ഇത്? ഇന്ത്യൻ മഹാസമുദ്രല്ല അത്? ഇന്ത്യൻ മഹാസമുദ്രല്ലേ ഇത്? അറേബ്യൻ സീ രണ്ടൊന്നല്ലേ? മനസ്സിലായില്ല. ഒരു തിരുത്തണ്ട. എന്നാണ് ഉദ്ദേശിച്ചത് പറഞ്ഞ? അറേബ്യൻ കടല്. ആ ബംഗാള് മൊത്തത്തിലാണ് ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്നത് അല്ലേ? ഇതൊരു വലിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ സ്വപ്നമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ബൈക്കിൽ ഇത്രയും ദൂരം യാത്ര ചെയ്തത് ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരിക്കലും എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് മനസ്സിലായി. ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ മധുര അതുവഴി നേരെ കൊടൈക്കനാൽ കൂഗലിലേക്കാണ് പോകുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം എന്താ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.